കേരളത്തിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് രമേശ് ചെന്നിത്തല. UDF പീരുമേട് നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി സിറിയക് തോമസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വണ്ടിപ്പെരിയാറ്റിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാർ സംസ്ഥാനത്തെ കടത്തിൽ മുക്കിക്കൊല്ലുന്ന സർക്കാരായി മാറി. സർക്കാർ ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾക്ക് പോലും നികുതി ഏർപ്പെടുത്തി. 10 വർഷത്തെ ഭരണകാലയളവിൽ എന്ത് നേട്ടമാണ് കേരളത്തിൽ ഉണ്ടായതെന്നും യുവതലമുറയ്ക്ക് തൊഴിൽ നൽകാൻ സർക്കാരിനായിട്ടില്ല. ഒരു കാലത്ത് വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകളിൽ കേരള മോഡൽ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇന്ന് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായി. സാധാരണക്കാർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുകയാണ്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിൽ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള നടപടി പ്രതിയായ അർജുൻ ഡിവൈഎഫ്ഐക്കാരനായതുകൊണ്ടാണെന്നും ഇത് കേസ് അട്ടിമറിക്കുവാൻ സഹായിച്ചുവെന്നും ചെന്നിത്തല ആരോപിച്ചു. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇത്തരക്കാരെ പിടിച്ച് തുറങ്കലിലടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1.5 ലക്ഷം കോടിയായിരുന്നു. ആ 1.5 ലക്ഷം കോടി ഇപ്പോൾ 10 വർഷത്തെ ഭരണം കൊണ്ട് 6.5 ലക്ഷം കോടിയായി പൊതുക്കടം വർദ്ധിച്ചിരിക്കുന്നു. കടമെടുത്ത് കേരളത്തെ കടത്തിൽ മുക്കിക്കൊല്ലുന്ന ഒരു ഭരണമായിരുന്നു ഈ 10 വർഷക്കാലം. ജനങ്ങളുടെ ജീവിതത്തിൽ വല്ല മാറ്റം വരുത്താൻ വേണ്ടിയായിരുന്നു ഈ കടം. അഴിമതിയും ധൂർത്തുമായിരുന്നു ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. എത്ര തവണ ബസ് വർദ്ധിപ്പിച്ചു? 5 തവണ. അന്തരിച്ച മുൻ MLA വാഴൂർ സോമൻ സാധാരണക്കാർക്കായി പ്രവർത്തിച്ച തൊഴിലാളി നേതാവായിരുന്നെന്നും ചെന്നിത്തല അനുസ്മരിച്ചു. യോഗത്തിന് ശേഷം വാഴൂർ സോമന്റെ ഭവനത്തിൽ സന്ദർശനവും നടത്തി. UDF പീരുമേട് നിയോജകമണ്ഡലം ചെയർമാൻ ആന്റണി ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, DCC പ്രസിഡന്റ് CP മാത്യു, EM ആഗസ്തി, ഫിലിപ്പ് ജോസഫ്, പ്രൊഫസർ MJ ജേക്കബ്, VK നവാസ്, A മുഹമ്മദ് ഷാജി പൈനടത്ത്, റോബിൻ കാരക്കാട്ട്, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ.